ഈ രക്ഷാപ്രവർത്തനം മുണ്ടകൈ അട്ടമല ഭാഗത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ചൂരൽമല മേപ്പാടി ഭാഗത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഏകദേശം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മാറാത്തതായ കുറച്ച് ആളുകൾ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ഇനി കുറേ മരിക്കാതിരിക്കട്ടെ കുറേ വീട് തകർന്നതും മറ്റുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറേ ആളുകളുടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപം ഇപ്പോൾ ഇവിടെ മുണ്ടകൈ മേലെ ഭാഗത്ത് ഇവരൊക്കെ ഇന്ന് രാവിലെ സന്നദ്ധമായി പോയി സൈഡിലേക്ക് കാലത്ത് മുണ്ടകൈ മേലെ ഭാഗത്ത് നിന്ന് തുടങ്ങി നിലമ്പൂർ വരെ വ്യാപിച്ച് നിൽക്കുന്നതായ ഒരു പ്രശ്നമുണ്ട്. അപ്പം നിലമ്പൂർ ഭാഗത്തു നിന്ന് കുറേ ഡെഡ് ബോഡിയും അതുപോലെ ശരീരത്ത് ഭാഗങ്ങളും കിട്ടുന്ന സാഹചര്യം. ഇവിടെ ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും അതുപോലെ സന്നദ്ധ പ്രവർത്തകന്മാരും ഒക്കെ അവിടെ മുണ്ടകൈ മേലെ ഭാഗത്ത് പോയപ്പോൾ നിരവധി അവിടെയുള്ള ആളുകൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ ഡെഡ് ബോഡിയുണ്ട്. അപ്പോൾ ആ അതുപോലെ പലയിടങ്ങളിലും സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. അതാണ് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരനുഭവം. അത് ഇന്ന് രാത്രിയുള്ള ഈ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് ആർമി അതുപോലെ എന്ത് മീറ്റിംഗാണ് ചേർന്നത്? ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള നാളത്തെ ഓപ്പറേഷൻസും പ്ലാനിങ്ങും കൃത്യമായി ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ്. അതിന് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളെല്ലാം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ നാളത്തെ ഓപ്പറേഷൻസിൻ്റെ സ്കെച്ചിങ് കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ പങ്കാളിത്തം ഇന്നത്തെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ലോക്കൽ ബോഡീസ്, ജനപ്രതിനിധികൾ, സാധാരണ ജനങ്ങൾ, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട് ഈ വലിയ ദുരന്തത്തിൽ ഒരുമിച്ച് നിന്ന്.